ഗുഡ് മോർണിംഗ് മക്കളെ, എല്ലാം റെഡിയാണല്ലോ അല്ലേ? ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് നിങ്ങൾ മേടിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ജയിക്കുന്നുണ്ട്. ഇത് മൊത്തം ചെയ്താൽ നിങ്ങൾക്ക് ഫുള്ളാണ്. ഓക്കെ, ഇൻ ദ ഫിഗർ O ഈസ് ദ ഒറിജിൻ. കണ്ടോ? എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് സെൻറ്റർ സി. സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്റർ സി, അതിൻ്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് 4 1. എ ബി ഈസ് ഈക്വൽ ടു 2. എ ബിയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 2. ഫസ്റ്റ് നമുക്ക് വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് നമുക്കത് ഫോർമുല ഒന്നും ഉപയോഗിക്കുന്നില്ല. വെറുതെ നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും അതിൻ്റെ നിയമങ്ങൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് എ ആൻഡ് ബി. നമുക്ക് ഇവിടം തൊട്ട് ഈ സിയുടെ കോർഡിനേറ്റ് എത്ര തന്നിരിക്കുന്നത്? 4 1. അതിൻ്റെ അർത്ഥം എന്താണ്? അത് എക്സ് ആക്സിസ് എത്ര വയ്യെന്ന് എത്ര മാറി കിടക്കുന്നതെന്ന് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കോർഡിനേറ്റ് തന്നാൽ അതിൻ്റെ ആദ്യത്തത് എക്സ് ആക്സിസ് കിടക്കുന്ന പോയിന്റും, ഇപ്പോൾ 4 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എന്ന് പറയുന്നത് എക്സ് കിടക്കുന്ന പോയിന്റും 1 എന്ന് പറയുന്നത് വയ്യെ കിടക്കുന്ന പോയിന്റുമാണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ നോക്കിയേ, C4 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്? എക്സും വൈയും കൂടെ ജോയിൻ ചെയ്യുന്നിടമാണ് ഒറിജിൻ. അവിടുന്ന് എത്ര സെന്റിമീറ്റർ മാറി കിടക്കുന്നതെന്നാണ്, എത്ര യൂണിറ്റ് മാറി കിടക്കുന്നതെന്നാണ്? 4 യൂണിറ്റ് മാറി കിടക്കുന്നതെന്ന്. അപ്പം സി ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എത്രയാണ്? 4 ആണ്. അതാണ് ഈ 4 കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ 1 എന്നുള്ളതോ, അതായത് അത് വൈയുടെ കോർഡിനേറ്റ് ആണ്. അതായത് എക്സ്ന്ന് അത് എത്ര യൂണിറ്റ് മേളിലോട്ടാണ്? 1 യൂണിറ്റ് മേളിലോട്ടാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം ഇത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? എക്സും വൈ ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എക്സ് വൈ എന്ന് ഹൊറിസോണ്ടലും എക്സ് എന്ന് വെർട്ടിക്കലും ഒക്കെ വരച്ച് ഓർക്കുന്നുണ്ടല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണേ. അപ്പം ഇത് മനസ്സിലായില്ലേ? അപ്പം 4 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എക്സ് ആണ്, എക്സ് കോർഡിനേറ്റ് ആണ്. 1 എന്ന് പറഞ്ഞ വൈ കോർഡിനേറ്റ് ആണ്. അപ്പൊ 4 വൈയിൽ നിന്ന് 4 യൂണിറ്റ് മാറി. കണ്ടോ? വൈയിൽ നിന്ന്, ഇതല്ലേ വൈയിൽ നിന്ന് 4 യൂണിറ്റ് മാറിയും 1 എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്ന് 1 യൂണിറ്റ് മാറിയെന്നു. അപ്പോൾ നമുക്ക് അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 4. അപ്പം ബി കിടക്കുന്നതും സെയിം ലെവലിൽ തന്നെയല്ലേ? അപ്പൊ ബിയുടെ എക്സ് എത്ര തന്നെയായിരിക്കും? 4. മനസ്സിലായല്ലോ? ഇനി ബി കിടക്കുന്നത്, ബിക്ക് ഹൈറ്റ് ഉണ്ടോ? ഇല്ല. ബി എക്സ്, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. ബി എക്സ് തന്നെയാണ് കിടക്കുന്നത്, അതിന് ഹൈറ്റ് പറഞ്ഞിട്ടില്ല. ഇത് ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ സി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത്രയും ഉയരത്തിലാണ് കിടക്കുന്നത്. പക്ഷെ ബി എക്സ് തന്നെ കിടക്കുന്നതുകൊണ്ട് ബിക്ക് വാല്യൂ ഇല്ല. അപ്പൊ അത് എത്രയായിരിക്കും? 0. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചത് സി വെച്ചിട്ടാണ്. അതായത് സി വൈയിൽ നിന്ന് 4 യൂണിറ്റ് മാറിയാണ് കിടക്കുന്നത്. അപ്പം ബിയും അതേ സെയിം ലെവലിൽ കിടക്കുന്നതുകൊണ്ട് ബിയുടെ എക്സും എന്ത് തന്നെയായിരിക്കും? 4 തന്നെയായിരിക്കും. പക്ഷേ എക്സ് തന്നെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് വൈ ഇല്ല, വൈ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എയുടെ പറഞ്ഞേ നോക്കിയാൽ ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര സെന്റിമീറ്റർ ആണ്? എത്ര യൂണിറ്റ് ആണ്? 4 യൂണിറ്റ്. പക്ഷെ എ ടു ബി എത്രയാ? 2 യൂണിറ്റ്. അപ്പൊ ഈ ലെങ്ത് എത്രയായിരിക്കും? സിമ്പിൾ അല്ലേ? 2 അല്ലേ? അപ്പൊ ഇത് 2. മനസ്സിലായല്ലോ? ഇവിടം തൊട്ട് ഇവിടം വരെ 0 തൊട്ട് ബി വരെ 4 ആണ്. പക്ഷെ എ ടു ബി 2 ആണെങ്കിൽ ബാക്കിയുള്ള ദൂരം എന്ന് പറയുന്നത് 4 - 2 2 ആണ്. എയും എവിടെ തന്നെ കിടക്കുന്നു? എക്സിൽ തന്നെ കിടക്കുന്നു അല്ലേ? അപ്പൊ അതിന്റെ വൈ കോർഡിനേറ്റ് എത്രയായിരിക്കും? 0. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ? അപ്പൊ ഫസ്റ്റ് ആൻസർ എഴുതാം. എ എത്രയായിരിക്കും? 2 0, ബി 4 0. ദൂരശം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് എഴുതണം കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി ബി പാർട്ട് നോക്കാം. സെക്കൻഡ്, വാട്ട് ഈസ് ദ റേഡിയസ്. റേഡിയസിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ റേഡിയസ് എന്ന് പറയുന്ന ആരാണ്? എ സി ആണ് റേഡിയസ് അല്ലേ? എ സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഫോർമുല. അപ്പം എ സി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒറിജിൻ ആയിരുന്നെങ്കിൽ, സെന്റർ ഒറിജിൻ ആയിരുന്നെങ്കിൽ നമുക്കൊരു ഫോർമുല ഉണ്ട്. ഇവിടെ ഒറിജിൻ അല്ല, എക്കും വാല്യൂ ഉണ്ട്, സിക്കും വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല തന്നെ എഴുതണം. എന്താണ്? x2 - x1 the whole square plus y2 - y1 the whole square. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് അത് കൺഫ്യൂസ് ആകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടോട്ടൊന്ന് എ ബി ഒന്ന് എഴുതിയിടാവേ. സോറി, എ ബി അല്ലല്ലോ, എ സി അല്ലേ? എ എത്രയാണ്? 2 0, മറ്റേത് 4 1. അപ്പം x1 y1 x2 y2. ഇത് പ്രത്യേകിച്ച് അവിടെ ഇടയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടെ. ഇനി x2 എത്രയാണ്? ഇവിടെ 4 x1 2 the whole square plus y2 എത്രയാണ്? 1 - y1 0
the whole square is equal to root of 4 minus 2, 2 the whole square plus 1 minus 0, 1 the whole square is equal to root of 2 ന്റെ സ്ക്വയർ എത്രയാ 4, 1 ന്റെ സ്ക്വയർ 1, 4 plus 1 root 5. റൂട്ടിന് 5 റൂട്ട് ഉണ്ടോ ഇല്ല. അപ്പം നമ്മുടെ റേഡിയസ് കിട്ടി എത്രയാണ് root 5 യൂണിറ്റ് എന്ന് കിട്ടി. ഇപ്പൊ നമ്മൾ ചെയ്ത് വരുമ്പോൾ എല്ലാം സിമ്പിൾ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. നമുക്ക് ആദ്യം ഇച്ചിരി പാടായിരുന്നു ഇതൊക്കെ കണ്ടുപിടിക്കും. ഇപ്പൊ ഫോർമുലയും നിങ്ങൾ പഠിച്ചു, എല്ലാം പഠിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? ആ ഫോർമുലയും നിങ്ങൾക്ക് അറിയാം. പറഞ്ഞേ x minus a the whole square plus y minus b the whole square is equal to r square, where a and b are the center of the circle. ആണോ? അപ്പൊ നമുക്ക് ഇവിടെ a എത്രയാണ് 4, b എത്രയാണ് 1. ഇങ്ങോട്ട് കൊടുത്തേക്കാം. x minus 4 the whole square plus y minus b എത്രയാ 1 the whole square. അപ്പൊ നമുക്ക് റേഡിയസ് കിട്ടിയായിരുന്നു root 5 അതിന്റെ ഹോൾ സ്ക്വയർ. ഇതേതാണ്? ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതാ? എക്സ് മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി അല്ലേ. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് എക്സ് മൈനസ് 4 ചെയ്യാം. ഇവിടുത്തെ എ ഏതാണ്? എക്സ്, ബി ഇത് ചെയ്തേ എ സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ഈ ഫോർമുലയാണ്. ആ ഫോർമുലയോട് നേരിട്ട് നമ്മൾ ആ വാല്യൂസ് കൊടുക്കുന്നതേ ഉള്ളൂ. അടുത്ത എന്താണ് 2 ഇൻറ്റു എ എത്രയാ എക്സ്, ബി എത്രയാ 4 പ്ലസ് ബി സ്ക്വയർ. ബി എത്രയാണ് 4ന്റെ സ്ക്വയർ പ്ലസ് ഇത്ര ഒരെണ്ണമില്ലേ. ഇനി അടുത്ത ഭാഗം നോക്കാം. അത് ഇവിടെ എ ഇത് ബി ഇത്. അപ്പൊ എ സ്ക്വയർ എന്ന് പറയുമ്പം വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ വൈ ഇൻറ്റു ബി 1 പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫിഗറെല്ലാം വരയ്ക്കും കളയുക ഇസ് ഈക്വൽ ടു റൂട്ട് 5ന്റെ സ്ക്വയർ. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, റൂട്ടിനെ സ്ക്വയർ ചെയ്താൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ, ആ റൂട്ട് അങ്ങ് പോകും. ബാക്കി എന്നാ മാത്രം കിട്ടും? സംഖ്യ മാത്രം കിട്ടും. മനസ്സിലായല്ലോ? അത്രയും ഓർത്തിരുന്നാൽ മതി. കൂടുതലായിട്ട് അതിന്റെ ഇന്നറിലേക്ക് കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ അത്യാവശ്യമുള്ളത് പഠിച്ചാൽ മതി. റൂട്ട് 5ന്റെ സ്ക്വയർ, അതായത് റൂട്ടിനെ സ്ക്വയർ ചെയ്താൽ റൂട്ട് മാറ്റിയിട്ട് സംഖ്യ മാത്രം കിട്ടും. ഇനി ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4, 4 ഇൻറ്റു 2 എത്രയാ 8x പ്ലസ് 4ന്റെ സ്ക്വയർ 16 പ്ലസ് ഇത് എഴുതാം വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു വൈ ഇൻറ്റു 1 എത്രയാ 2y, 1ന്റെ സ്ക്വയർ 1 ഇസ് ഈക്വൽ ടു 5. നമ്മൾ നേരത്തെ എഴുതുന്ന പോലെ സ്ക്വയർ ആദ്യം പിന്നെ എക്സ് വൈ. അപ്പൊ ആദ്യം എക്സ് സ്ക്വയർ പിന്നെ ഏതെഴുതാം പ്ലസ് വൈ സ്ക്വയർ. ഓരോരുത്തരുടെ സയൻസ് ആയിട്ട് എഴുതണം. 8xന് മൈനസ് ആണ്, അപ്പൊ മൈനസ് 8x, 2yക്ക് മൈനസ് ആണ് മൈനസ് 2y, പിന്നെ 16 ഉണ്ട് പ്ലസ് 1, ഇത് പ്ലസ് 16ഉം പ്ലസ് 1ഉം. അപ്പൊ എത്ര വരും? രണ്ടും പ്ലസ്, അപ്പൊ പ്ലസ് 17 ഇസ് ഈക്വൽ ടു 5. നമുക്ക് ഈ 5നെ കൂടി ഇപ്പുറത്ത് കൊണ്ടുപോരാം. വൈ സ്ക്വയർ മൈനസ് 8x മൈനസ് 2y പ്ലസ് 17. ഇവിടെ പ്ലസ് 5 ആണ്. ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ നമുക്കറിയാം മൈനസ് 5 ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഫൈനൽ ഇതോടൊന്ന് മൈനസ് എന്ന് എഴുതിക്കേ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8x മൈനസ് 2y 17 പ്ലസ് 17 മൈനസ് 5. പ്ലസും മൈനസും വന്നാൽ മൈനസ് ചെയ്തിട്ട് അപ്പൊ എത്ര വരും? 12 വരും അല്ലേ. എന്നിട്ട് ആരുടെ സൈൻ കൊടുക്കണം? വലുത്. ഇവിടെ വലുത് 17 അല്ലേ, 17ന്റെ സൈൻ. അപ്പൊ പ്ലസ് 12 is equal to 0. ഇതാണ് ഇക്വേഷൻ. മനസ്സിലായോ? നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, എല്ലാം ചെയ്തിട്ടുള്ളത്. എന്നാലും വീണ്ടും വീണ്ടും ഞാനൊക്കെ ജയിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും പഠിക്കുക, ഫുൾ മാർക്ക് മേടിക്കുക. താങ്ക് യു.